കണ്ട ഇതിപ്പോ ഞാനൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാനിന്ന് ഷോപ്പിൽ പോയപ്പോഴേ കുറേ ഇങ്ങനത്തെ ക്രിസ്മസ് ട്രീകൾ ഇരിക്കുന്നു. അപ്പൊ അതിന്റെ സ്റ്റാൻഡൊന്നും നമുക്കില്ല. അപ്പൊ ചെറിയൊരു ഇത് പെയിന്റിന്റെ ചെറിയ ഒഴിഞ്ഞ ബക്കറ്റാണ്. അതുമ്മ കുറച്ച് ചുള്ളിക്കമ്പൊക്കെ വെച്ച് ചാക്ക് ചരട് വെച്ച് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ റോള് ഒരു 2-3 വാങ്ങിച്ചിട്ടുണ്ട്. ശരിയാവുമെന്ന് അറിയില്ല. ഇതിപ്പോ ഞാൻ ഇവിടെ കൂട്ടി കെട്ടി സ്റ്റാപ്ലർ ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പൊ ഇവിടെ വരെ ഒരു റോള് ചുറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നിൽക്കുമെന്ന് അറിയില്ല. നേരത്തെ സ്റ്റാപ്ലർ ചെയ്തപ്പോ നിന്നായിരുന്നു, കുഴപ്പമില്ല, നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത റോള് ചുറ്റി നോക്കാം. ഇപ്പൊ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായിട്ടില്ല, ഞാനിത് ഫുള്ളായിട്ട് ചുറ്റാന്നാണ് തുടക്കത്തിൽ വിചാരിച്ചായിരുന്നേ. ചുറ്റി വന്നപ്പോഴാണ് നൈസായിട്ട് പണി കിട്ടി, തികഞ്ഞില്ല. അപ്പൊ ഞാൻ തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടെ പോയിട്ട് ഈ റെഡും 5 മിക്സ് ചെയ്തതാണ്. ശരിക്കും എനിക്ക് എങ്ങനെയായാലും ചിലപ്പോ ഇവിടെ നിന്ന് ഒരു റോൾ കൊണ്ട് ചുറ്റി ഭംഗിയാവായിരുന്നു, അല്ലെങ്കിൽ തന്നെ പച്ചയായാലും ഭംഗിയാവായിരുന്നു. പക്ഷെ എനിക്കിത് ഇപ്പൊ തന്നെ ഉണ്ടാക്കി കാണുന്ന ഒരു ആഗ്രഹം തോന്നിയ കാരണം ഞാന് ഇത് ചോപ്പ വൈറ്റും കൂടിയുള്ളത് മിക്സ് ചെയ്ത് വാങ്ങിച്ച് അടുത്ത കടയിൽ പോയപ്പോ അതൊക്കെ കിട്ടിയുള്ളൂ. ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുത്തു. ഇവിടെ ഒരു ബെല്ല് വെച്ച് അതിന്റെ മുകളിൽ സ്റ്റാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ബെല്ല് ഹാങ് ചെയ്തിട്ടുണ്ട്. അതിവിടെ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിക്കോട് എടുത്തിട്ട് സ്റ്റാപ്പിൾ ചെയ്തൊക്കെയാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള ഈ പെയിന്റ് ബക്കറ്റും ഈ ചുള്ളിക്കമ്പും വെച്ചിട്ടാണ് ഈ സാധനം അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയേക്കണേ. അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് പറയണം.